പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഉപമകളാൽ ലോകത്തിന് മാധുര്യം വിളമ്പിത്തുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ വായിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം. അതിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുകയാണ്: എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. പ്രൈസ് ഗോഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്, അബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു. As the branch cannot bear fruit of itself unless it abide in the vine, neither can you unless you abide in me. I am the vine and you are the branches. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദവചനമാണ്, abide in me and I in you. Unless you abide in Christ, you cannot produce fruit. എല്ലാവർക്കും അറിയാം, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് എനിക്കതൊരു പ്രത്യേക ചിന്ത പോലെ ഞാൻ ഇന്ന് വചനം ധ്യാനിച്ചപ്പോൾ വളരെ അതിനെ കുറച്ചുകൂടിയൊക്കെ ഇന്നുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ എൻ്റെ മനസ്സ് കടന്നുപോയി. യേശുക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞൊരു വചനമാണ്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മളത് വായിച്ചു വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പറ്റുമെങ്കിലും ഒന്ന് വസിക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മൾ ആ സാഹചര്യമൊക്കെ അറിഞ്ഞ് അങ്ങനെ അങ്ങ് തൊഴിഞ്ഞ് ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് പോലെ അങ്ങ് പോകും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒഴുക്കിക്കൂടെ പോകാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ ഒഴുക്കിന് എതിരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു പാപത്തിൻ്റെ വഴി അവിടെ നിൽക്കുകയാണെങ്കിൽ അതിനെ മറികടക്കുവാൻ, അതിനെതിരായിട്ട് കടന്നു പോകുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒഴുകി പാപത്തിൻ്റെ വഴിയിൽ പോകാൻ ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എന്നിൽ വസിപ്പീൻ. നാം വസിക്കേണ്ടത് ക്രിസ്തു യേശുവിലാണ്. എന്തിനാണ് നാം വസിക്കേണ്ടത്? ക്രിസ്തു യേശു നമ്മളിൽ വസിക്കണമെങ്കിൽ നാം ക്രിസ്തു യേശുവിൽ വസിക്കണം. ഞാൻ നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടി യേശു കർത്താവിൻ്റെ ആ സാമീപ്യത്തിൽ, ആ സാദൃശ്യത്തിൽ, ആ കർത്താവിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ഞാൻ ആയിത്തീരണമെങ്കിൽ ഞാൻ കർത്താവിനോടുകൂടി വസിക്കണം. നമുക്കിപ്പോഴൊരു പ്ലാവിനെ അല്ലെങ്കിൽ ഒരു മാവിനെയൊക്കെ അങ്ങ് മനസ്സിൽ കണ്ടോ? എന്നെ കേൾക്കുന്ന എല്ലാവരും യു ക്യാൻ ഇമാജിൻ ഒരു പ്ലാന്റിനെ ഇമാജിൻ ചെയ്യുക. പ്ലാന്റിന് റൂട്ടുണ്ട്, സ്റ്റെമുണ്ട്, അതിന് ബ്രാഞ്ചസ് ഉണ്ട്, അതിന് ലീവ്സ് ഉണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചിലെ ഒരു ഭാഗം അതങ്ങ് അടർന്ന് തൂങ്ങിക്കിടക്കുന്നെന്നിരിക്കട്ടെ, പെട്ടെന്നത് അതിൻ്റെ ചില്ലകളൊന്നും താഴെ വീണ് പോകത്തില്ല ഒരു പക്ഷേ. അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ച കളറ്, ആ ഫ്രഷായിട്ടുള്ള കളർ ഒരിക്കലും നശിച്ചു പോകത്തില്ല, പെട്ടെന്ന് 1 or 2 ഡേയ്സിൽ പോകത്തില്ല. കുറേ ദിവസം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കുവാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഉണ്ടായ ആ തോട്ടും അങ്ങനെ തന്നെയാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്ന് മാറി, ആ സ്റ്റെമ്മോട് ചേരാതെ, ആ വൈനോട് ചേരാതെ മാറി കുറച്ച് ദിവസങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒന്നും മനസ്സിലാകത്തില്ല ആദ്യ ദിവസങ്ങളിൽ. അതൊരു ഷോർട്ട് പ്രോസസ്സാണ്, ഒരു ഫാസ്റ്റ് പ്രോസസ്സ് അല്ല. 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ആ പച്ചക്കളർ മാറുന്നത് മനസ്സിലാകത്തില്ല. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ ഈ ചില്ല അല്ലെങ്കിൽ ആ ബ്രാഞ്ച് അതിൽ നിന്ന് ഊരിപ്പോവുകയും താഴെ വീണിട്ട് കുറച്ച് ദിവസങ്ങൾ വീണ്ടും കഴിയുമ്പോൾ അതിൻ്റെ ഇലകൾ പച്ച മാറി മഞ്ഞ, പിന്നെ അത് കരിയിലയായിട്ട് ഡ്രൈ ആയിട്ട് മാറിപ്പോകത്തുള്ളൂ, പെട്ടെന്ന് മാറിപ്പോകത്തില്ല. അതുപോലെയാണ് നാം ക്രിസ്തു യേശുവിനോട് ചേർന്ന് നിന്ന ഒരു ചൈൽഡ് ഓഫ് ഗോഡ് മാറുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ, കുറച്ച് വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നെന്നിരിക്കും ഇത് ഡ്രൈ ആകുവാൻ വേണ്ടിയിട്ട്. കാരണം അതുവരെ കിടന്നതൊക്കെ അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതെല്ലാം ഈ ലോകം അങ്ങ് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഈ സൂര്യപ്രകാശം വന്ന് ഈ സ്റ്റെമ്മിൽ നിന്ന് ആ ഉണ്ടായിരുന്ന പോഷകങ്ങൾ, ഉണ്ടായിരുന്ന വാട്ടറും എല്ലാം ഡ്രൈ ആയി വലിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ മാത്രമേ അതിന് ലഭിക്കുന്നില്ല. വീണ്ടും അതിന് ആഹാരമോ വീണ്ടും അതിന് വെള്ളമോ ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ ഡ്രൈനെസ്സിൻ്റെത്. അപ്പോൾ ഒരുത്തൻ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ ആ കൃപയും ക്രിസ്തുവിൻ്റെ ആ പ്രൊട്ടക്ഷനും എല്ലാം നമുക്ക് അവനിൽ കാണുവാനായിട്ട് സാധിക്കും. കാരണം അന്ന് വരെ ലഭിച്ചതിൻ്റെ ആ മഹാത്മ്യം, ആ ഗ്ലോറി ഓഫ് ജീസസ് അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും കുറേ ദിവസങ്ങളൊക്കെ.
അത് ലഭിക്കാതെ വളരെ നാളുകൾ കഴിയുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ പറയുന്നത് കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. ആ ഉണ്ടായിരുന്ന ഫലം അവിടെ കാണും, അത് കുറേ നാളുകൾ കഴിയുമ്പോൾ ഡ്രൈ ആയി പോകും. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് അടുത്ത തോട്ടുണ്ടായത് ഈ സ്റ്റെമ്മിന്, ഈ വൈന്, ഈ ചില്ല മാറിപ്പോയത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഈ ചില്ല പോയാൽ വേറൊരു ചില്ല അവിടെ പൊട്ടിമുളയ്ക്കും. ഹാലലുയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പറയുന്നത്, യഹൂദനെ വിട്ടിട്ട് ഹാലലുയ നമ്മയൊക്കെ പാപികളായിരുന്ന, ദൈവത്തിൻ്റെ സന്തതികളല്ലായിരുന്ന, അബ്രഹാമിൻ്റെ സന്തതികളല്ലായിരുന്ന എന്നെയും നിങ്ങളെയും തേടി വന്നത്. അതുകൊണ്ടാണ് ചില്ല ഒടിഞ്ഞുപോയ ചില്ലയുടെ സ്ഥാനത്ത് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വെച്ച് അവിടുന്ന് ഫലം കായ്ക്കുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു ചില്ല ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് സങ്കടമുണ്ട്. എന്നാൽ ദൈവത്തിന് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഞാൻ ഇന്ന് ദൈവവചനത്തിൽ നിന്നില്ല എങ്കിൽ, ഞാൻ ഇന്ന് ദൈവവചനവുമായിട്ട് ഇന്ന് ഗോസ്പലുമായിട്ട് ഇറങ്ങിയില്ല എങ്കിൽ കർത്താവ് ഒരു കാക്കയെങ്കിലും എഴുന്നേൽപ്പിക്കും. കാരണം കർത്താവിന് ഒന്നിനും കുറവില്ല. മണ്ണ് മതി കർത്താവിന് ഒരു മരുന്നായിട്ട്, ഒരു കണ്ണ് തുറക്കുവാൻ വേണ്ടിയിരുന്നത്. ഒരു പച്ചവെള്ളം മതിയായിരുന്നു വീഞ്ഞുമായിട്ട് മാറുവാൻ വേണ്ടിയിരുന്നത്. അങ്ങനെയുള്ളൊരു കർത്താവിനെ ഞാനും നിങ്ങളും ആരും കർത്താവിൻ്റെ വേല ചെയ്തില്ലെങ്കിലും കർത്താവ് വേറൊരാളെ അതിനുവേണ്ടി നിയമിക്കും എന്നുള്ള ഒരു വലിയ ബോധ്യമാണ് എനിക്കിന്ന് മനസ്സിലായത്. നമുക്ക് പലപ്പോഴും ഉണങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയ ചില്ലകൾ കുറേ നാളുകളൊക്കെ പറ്റിച്ചിരിക്കുന്നതായിട്ട് കാണാം. വീണ്ടും ആ കർത്താവിൻ്റെ ആ സപ്പോർട്ട്, കർത്താവിൻ്റെ ആ ഫേവർ, ആ ഗ്രേസ് കിട്ടാതെ കുറേ നാളുകൾ കഴിയുമ്പോൾ മാത്രമേ അത് ഉണങ്ങിയതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവ് പറയുന്നത് എന്നിൽ വസിക്കണം എന്ന് വെച്ചാൽ അടുപ്പിച്ചിരിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൽ നിന്ന് 2 തരം ചക്ക ഇങ്ങനെ ഉണ്ടാകും. ഒന്ന് കൂഴച്ചക്കയും ഒന്ന് വരിക്കച്ചക്കയും. അപ്പോൾ ഞങ്ങൾ ഓർക്കും, എങ്ങനെയാണ് ഈ പ്ലാവിൽ നിന്ന്, ഒരേ പ്ലാവിൽ നിന്ന് 2 തരം ചക്ക ഉണ്ടാകുന്നതെന്ന്. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിൻ്റെ റൂട്ട് 2 പ്ലാവാണത്. അതിൻ്റെ റൂട്ടിൽ നിന്ന് ഒന്ന് ഒട്ടിയ പോലെ നിന്ന് ഇരിക്കുന്ന ഒരു പ്ലാവ്. ആക്ച്വലി അത് 2 പ്ലാവ് ഒന്നിച്ച് നിൽക്കുന്നതാണ്. ഒരു കൂഴപ്ലാവും ഒരു വരിക്കപ്ലാവുമായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരുമി നിന്നാലൊന്നും ഫലം വരത്തില്ല. ഫലത്തിന് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ചർച്ചിലൊക്കെ പോയിട്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ചർച്ചിനകത്ത് പോയി നിന്നാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാകത്തില്ല. വെളിയിൽ നോക്കുമ്പോൾ ചക്ക 2 ഒന്നാണ്, കൂഴച്ചക്കയും വരിക്കച്ചക്കയും. അകം തുറന്ന് നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആ മാധുര്യത്തിൻ്റെ, അതിൻ്റെ ആ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്നിൽ വസിപ്പീൻ. എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കണമെന്നോ മുട്ടിയിരിക്കണമെന്നോ ഒന്നും അല്ല. എന്നിൽ വസിക്കണം, കർത്താവിനോട് ചേർന്ന് കർത്താവിൽ വസിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇതാണ് എനിക്ക് ഇന്ന് മനസ്സിലാക്കി തന്ന ഒരു വേദവാക്യം. ജോൺ 15:4 പറയുന്നത്, എന്നിൽ വസിക്കുക. എന്നിൽ വസിച്ചാൽ ദ നറിഷ്മെൻറ്റ്, ദ പ്രൊട്ടക്ഷൻ, ദ പ്രൊവിഷൻ, ദ ഗ്രേസ്, everything what Jesus is having is mine. Hallelujah, praise God. എന്നിൽ വസിക്കാത്തവന് ഒരിക്കലും കർത്താവിൻ്റെ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. അത് വേറെ വല്ല ഫലവുമായിരിക്കും കായ്ക്കുന്നത്. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്, ക്രിസ്തുവിൽ വസിക്കുക. ഹല്ലേലൂയ. സ്വർഗ്ഗരാജ്യത്തിന് ഉത്തമരായിട്ട്, സ്വർഗ്ഗരാജ്യത്തിന് ചേർന്ന ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നത് ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൽ വസിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.